വെൽക്കം ടു സ്ട്രോംസ് റിപ്പയർ യൂട്യൂബ് ചാനൽ. ഇത് സാംസങ് 21 ഇഞ്ച് ഫ്ലാറ്റ് ടിവിയുടെ ഒരു ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ നേരത്തെ LOT കംപ്ലയിൻ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വേറൊരു LOT ഇട്ടിട്ടുണ്ട്. അപ്പോൾ LOT കംപ്ലയിൻ്റ് ആയത് എങ്ങനെയെന്ന് വെച്ചാൽ പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ഹൈ ആയിട്ടാണ് അതിൻ്റെ LOT കംപ്ലയിൻ്റ് ആയത്. ഇപ്പോൾ ഇത് ടി വി ഓൺ ചെയ്ത ടിവിയിലൊക്കെ കണക്ട് ചെയ്ത് ഓൺ ചെയ്ത സംഭവം ഓണാവും, പടവും സൗണ്ടും എല്ലാം വരും. പക്ഷേ LOT കടകത്തില്ല, അടിച്ചു പോകും. കാരണം പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ഹൈ ആണ്. 131 കാണിക്കുന്നുണ്ട്. 131 വോൾട്ടേജ് ഹൈ വോൾട്ടേജ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ അത് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. മാക്സിമം ഈ സാംസങ്ങിൻ്റെയൊക്കെ പവർ സപ്ലൈ ഔട്ട്പുട്ട് നോർമൽ വോൾട്ടേജ് എന്നൊക്കെ പറയുമ്പോൾ 122 ടു ഒരു 125, 126 മാക്സിമം. ഇപ്പോൾ ഇതിൽ കണ്ടില്ല 131 കാണിക്കുന്നുണ്ട്, ഹൈ വോൾട്ടേജ് ആണ്. ഉറപ്പായിട്ടും LOT കടകത്തിൽ അടിച്ചു പോകും. ചില ടി വികളിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2 പ്രാവശ്യമൊക്കെ ഓഫ് ആവും, താനെ ഓഫായിട്ട് ഓൺ ആവും. എന്നിട്ട് പെട്ടെന്ന് കിക്കി കിക്കി എന്നൊരു സൗണ്ട് കേൾക്കും. അതല്ലെങ്കിൽ പവർ സപ്ലൈ അടിച്ചു പോയതുപോലെ അങ്ങ് നിൽക്കും, ഓഫായിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് നോർമലാക്കണം. നോർമലാക്കിയാൽ മാത്രമേ LOT കിടക്കൂ, അല്ലെങ്കിൽ ഔട്ടൊക്കെ പോവും. അപൂർവം ചില ടി വികൾ മാത്രം LOT പോകാതെ ഔട്ട് മാത്രം പോയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് പവർ സപ്ലൈ ഹൈ ആയിട്ടാണ്. അതിൻ്റെ പവർ സപ്ലൈ ആ വോൾട്ടേജ് നോർമലാക്കിയിട്ട് പിന്നെ അത് കറക്റ്റായിട്ട് ഓടിയിട്ടുമുണ്ട്. അപ്പോൾ 120 വോൾട്ട് കപ്പാസിറ്ററിൻ്റെ അടുത്തായിട്ട് 123K ഓം റെസിസ്റ്റർ വരും. ആ റെസിസ്റ്ററിന് എന്തെങ്കിലും കുഴപ്പം വരുമ്പോഴാണ് ഇതേപോലെ പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ഹൈ ആവുന്നത്. മാക്സിമം ഒരു 122, 125 അതൊക്കെയാണ് നോർമൽ വോൾട്ടേജ്. അതിനപ്പുറം പോയി കഴിഞ്ഞാൽ ഹൈ ആണ്. ഇവിടെ ഈ ഒരു റെസിസ്റ്റർ 123K ഓം റെസിസ്റ്റർ ഞാൻ ഇവിടെ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് പകരം 120K ഓം റെസിസ്റ്റർ ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ റെസിസ്റ്റർ ബോക്സ് തുറന്നു. ഇവിടെ നിന്നൊരു പുതിയ റെസിസ്റ്റർ എടുക്കുകയാണ്. 120K ഓം റെസിസ്റ്റർ എടുക്കുകയാണ്. എടുത്തിട്ട് കറക്റ്റായിട്ട് അവിടെ സോൾഡർ ചെയ്ത് വെച്ചാൽ മതിയാവും. സംഭവം എന്താണ്, കറക്റ്റായിട്ട് ആ വോൾട്ടേജ് കുറഞ്ഞു വരും. ചില സാഹചര്യത്തിൽ മാത്രം കുറയത്തില്ല. അങ്ങനെ ഉള്ളത് ബോർഡിൽ വേറെ കംപ്ലയിൻസ് കാണും. പിന്നെ ചിലവർ മോഡികൾ വയ്ക്കും. ഞാൻ മോഡികൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. 122 5 പേരുള്ള മോഡികൾ 122 വോൾട്ടേജിൽ സെറ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതിയാവും. ഓക്കെ, പിന്നെ കഴിവതും ബോർഡ് റെഡിയാക്കാൻ പറ്റുമെങ്കിൽ മോഡികൾ വയ്ക്കുക, തന്നെ റെഡിയാക്കാൻ ശ്രമിക്കുക, അതാണ് നല്ലത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഞാൻ പറയുന്നതിൽ പ്രവർത്തിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് അത് ക്ഷമിക്കുക. ഓക്കെ, കാരണം ഇത് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് എനിക്കുള്ളത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ആ റെസിസ്റ്റർ 120K റെസിസ്റ്റർ അവിടെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ടി വി, അതായത് ബോർഡ് ഓൺ ചെയ്തിട്ട് പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്യണം എത്ര ആയിട്ടുണ്ട്. ഓക്കെ, ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തണം. എന്നിട്ട് ട്യൂബിൽ കണക്ട് ചെയ്യാവും. ഇവിടെ ഇപ്പോൾ ഞാൻ ബോർഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പവർ LED കത്തി ഓസിലേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് 122 കാണിക്കുന്നുണ്ട്, നോർമൽ വോൾട്ടേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പേടിക്കേണ്ട വേറെ ഒരു ആവശ്യമില്ല, കറക്റ്റായിട്ടുണ്ട്. പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് എല്ലാം പക്കായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. താങ്ക് യു ഫോർ വാച്ചിങ്.